പഴയങ്ങാടിയിൽ മാലിന്യ കൂമ്പാരം, പകർച്ചവ്യാധി ഭീഷണിയിൽ നാട്ടുകാർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പറമ്പിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിരിക്കുന്നത്. നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമ്പോഴാണ് ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. മഴ ശക്തമായതോടെ പ്രദേശത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ സ്വകാര്യ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. സമീപം ഭയങ്കരമായിട്ട് മാലിന്യങ്ങൾ നിൽക്കാതിരിക്കാൻ കഴിയില്ല. മാനത്തിൽ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു പാട്ടപ്പൊടിയും കുറച്ച് കച്ചറയും ഉണ്ട് ഒരുപാട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിക്കുള്ള ഭക്ഷണവും നല്ല വൃത്തിക്ക് ജീവിക്കും പൊതുവരിക്കാതെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ ഇവർ അണ്ണന്മാർ ഇങ്ങനെ കണ്ടമാണ് സാധനം. അതുപോലെ ലോക കച്ചറ എന്തിനാണ് ചെയ്യുക? നമുക്കിപ്പോ നിങ്ങളോട് പറയാം, നെറ്റിന് പറഞ്ഞത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള അസഹ്യമായ ദുർഗന്ധം കാരണം ഇതുവഴി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കൊതുക് ശല്യത്തിനൊപ്പം ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യമുക്ത നാടിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പഴയങ്ങാടിയിലെ ഈ പ്രദേശത്ത് മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടിയില്ലെന്നാണ് ആക്ഷേപം. മാടായി ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ശുചിത്വ മിഷനും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം എത്രയും വേഗം നീക്കം ചെയ്ത് പ്രദേശം ശുചീകരിക്കണമെന്നും ഇവിടെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.